ഹലോ, എല്ലാവർക്കും നമസ്കാരം. നിങ്ങളേവരും കാത്തിരിക്കുന്ന രേവതിയുടെയും സച്ചിയുടെയും ഇന്നത്തെ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചു കൊണ്ടുതന്നെ നമുക്ക് ഇന്നത്തെ വിശേഷത്തിലേക്ക് കടന്നാലോ. അതിനു മുമ്പായിട്ട് ആരെങ്കിലും നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കണം. അതിനോടൊപ്പം മാക്സിമം എല്ലാവരും ലൈക്ക് അടിച്ചിട്ട് വീഡിയോ കാണാൻ വേണ്ടി ശ്രദ്ധിക്കണേ. അപ്പൊ നമുക്ക് നേരെ ഇന്നത്തെ വിശേഷത്തിലേക്ക് തന്നെ കിടക്കാം. തുടങ്ങുമ്പോൾ തന്നെ കാണിക്കുന്നത് നമ്മുടെ വർഷയും ശ്രീകാന്തും കെട്ടിപ്പിടിച്ച് നിൽക്കുകയാണ്. വർഷ ഭയങ്കര കരച്ചിലാണ്, സംഭവങ്ങളൊക്കെ പറയുകയാണ്. അതിനിടയിലാണ് രേവതി ചേച്ചിയാണ് എന്നെ രക്ഷിച്ചത്. രേവതി ചേച്ചി വന്നില്ലായിരുന്നെങ്കിൽ എൻ്റെ മുഖമാകെ വികൃതമായി പോയേനെ, അവൻ ആസിഡൊഴിച്ചേനെ എന്നൊക്കെ പറഞ്ഞു. ഇതൊക്കെ കേട്ടുകൊണ്ട് രേവതി കിച്ചണിൽ നിന്ന് ഇങ്ങ് വരികയാണ്. അങ്ങനെ കിച്ചണിൽ വന്നിങ്ങനെ നിൽക്കുന്നു. അപ്പോഴത്തേക്ക് നമ്മുടെ ശ്രീകാന്ത് രേവതിനെ കണ്ടതും പെട്ടെന്ന് വർഷേനെ ഇങ്ങനെ പെട്ടെന്ന് പിടിപിടിപ്പിച്ചിട്ട് നേരെ ചെല്ലുകയാണ് നമ്മുടെ രേവതിയുടെ അടുത്തേക്ക്. അങ്ങനെ രേവതിയോട് ചെന്ന് ഏടത്തി സോറി ഏടത്തി, എല്ലാത്തിനും എന്നോട് മാപ്പാക്കണം ഏടത്തി ഇല്ലായിരുന്നെങ്കിൽ ഇപ്പൊ എന്റെ വർഷയുടെ അവസ്ഥ എന്തായേനെ ഏടത്തി എന്നും പറഞ്ഞുകൊണ്ട് അങ്ങോട്ടേക്ക് എണ്ണിപ്പറക്കാൻ തുടങ്ങിയപ്പോഴത്തേക്കും നമ്മുടെ രേവതി പറഞ്ഞു, ശ്രീകാന്തെ നീ സമാധാനമായിട്ടിരിക്കുക, നീ പക്വതയും അതുപോലെ തന്നെ അറിവും വിവരവും ഒക്കെ ഉള്ളൊരു ചെറുക്കനാണ്. അത് ഇപ്പൊ ഞാൻ പറയേണ്ട കാര്യമില്ലല്ലോ. പക്ഷെ ആ അറിവും വിവരവും പക്വതയും ഒക്കെ നിനക്കിപ്പൊ വന്നിട്ടില്ല. ഇപ്പൊ നിനക്ക് അതിലൂടെ അല്ല നീ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. ആ അറിവും വിവരവും പക്വതയൊക്കെ മാറ്റിവെച്ചിട്ട് നീ പെട്ടെന്ന് വർഷയെ മാത്രം നിന്റെ കണ്ണിൽ കണ്ട് നീ കാര്യങ്ങളെല്ലാം ചെയ്തു. അതെല്ലാം എത്രമാത്രം സങ്കടത്തിലാണ് നിന്റെ കുടുംബത്തിനെ ആഴ്ത്തിയതെന്നും കുടുംബത്തിൽ എത്രമാത്രം പ്രശ്നം ഉണ്ടായെന്നൊക്കെ നിനക്കറിയാലോ. അതൊക്കെ ഇനി വിട്ടുകള, അതൊക്കെ പോട്ടെ. നിങ്ങൾ രണ്ടും ഇങ്ങനെ ജീവിക്കാനുള്ളവരല്ല ശ്രീകാന്തെ. നിങ്ങൾ രണ്ടുപേരും വീട്ടിലേക്ക് വരണം. വീട്ടിലേക്ക് വന്ന് അച്ഛനോടാ നീ മാപ്പ് ചോദിക്കേണ്ടത്, എന്നോടല്ല മാപ്പ് ചോദിക്കേണ്ടത്. അച്ഛനോട് മാപ്പ് ചോദിച്ചിട്ട് നീ വീട്ടിൽ വന്ന് താമസിക്കണം. അതാ വേണ്ടത്. അല്ലാതെ ഇവളെയും കൊണ്ട് ഇവിടെ താമസിക്കുന്നത് അതത്രയ്ക്ക് സേഫ് ആണെന്നൊന്നും എനിക്ക് തോന്നുന്നില്ല. അത് പിന്നെ ഏടത്തി ഞാൻ വന്നു കഴിഞ്ഞാൽ അച്ഛൻ എന്നെ അവിടെ കേട്ടില്ലല്ലോ. അതുമല്ല അങ്ങോട്ടേക്ക് വരുന്നത് ഇവിടെ വർഷയ്ക്ക് താല്പര്യവുമില്ല. ഞാൻ ഇതിൻ്റെ ഇടയിൽ എന്താ ചെയ്യേണ്ടത് എനിക്കറിയില്ല. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇനിയും ഇവളെ ആക്രമിക്കാൻ അവരിങ്ങനെ വന്നു കഴിഞ്ഞാൽ അപ്പോഴത്തേക്ക് നമ്മുടെ രേവതി പറഞ്ഞു, തീർച്ചയായും അത് വരും, അത് ഉറപ്പുള്ള കാര്യമല്ലേ. അവന് അവിടെയും ഇവിടെ ഒന്നും നോക്കേണ്ട കാര്യമില്ല, മുൻപും പിൻപും നോക്കേണ്ട കാര്യമില്ല. അവരൊക്കെ പണമുള്ള ഒത്തിരി വലിയ ആൾക്കാരാണെന്ന് വർഷ തന്നെ പറഞ്ഞിട്ടില്ലേ. അപ്പൊ പിന്നെ അവർക്ക് അതൊന്നും ഒരു പുത്തിരിയല്ല. അതുകൊണ്ട് വർഷ തനിച്ചുള്ള സ്ഥലത്ത് എല്ലായിടത്തും ചിലപ്പോൾ അവൻ വരാനും ഇങ്ങനെ ആക്രമിക്കാനും ഒക്കെ ചാൻസ് ഉണ്ട്. ഇപ്പൊ ഞാൻ രക്ഷിച്ചു, എപ്പോഴും ഞാൻ രക്ഷിക്കാൻ കാണുമോ ശ്രീകാന്തെ? അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഇത് സേഫ് അല്ല, ഇവിടെ ഒട്ടും സേഫ് അല്ല. വർഷേ ഞാൻ പറയുന്നത് നീ മനസ്സിലാക്കണം. നിങ്ങൾ തന്നെയുള്ള ഈ ജീവിതം സേഫ് അല്ലാഞ്ഞിട്ടാണ് ഞാൻ പറഞ്ഞത്. കുടുംബക്കാരും ഒത്ത് അത് നിനക്കറിയില്ല. നീ ഒരു ഒറ്റ മോളായതുകൊണ്ടായിരിക്കാം, നീ ഒറ്റ മോളായിട്ട് വളർന്നത് കൊണ്ടായിരിക്കാം നിനക്ക് ഈ കുടുംബത്തിന്റെ ബന്ധം എന്തെന്നും അവര് തമ്മിൽ ഒരുമിച്ച് നിൽക്കുമ്പോൾ ഉണ്ടാകുന്ന സ്നേഹം എന്തെന്നും നിനക്ക് അറിയാൻ മേലാത്തത്. അല്ലാതെ നിനക്ക് എന്താ ഞാനിപ്പോ പറഞ്ഞു തരിക. നമ്മുടെ കുടുംബം കൂടുമ്പോൾ ഇമ്പമുള്ളത് ആ കുടുംബം എന്നൊക്കെ കേട്ടിട്ടില്ലേ. അതുപോലെ നമ്മളൊക്കെ കൂടുമ്പോഴുണ്ടല്ലോ ഭയങ്കര സന്തോഷമായിരിക്കും. അതൊരുപാട് അറിഞ്ഞതാ ഈ നിൽക്കുന്ന ശ്രീകാന്ത്. അതുകൊണ്ടാണ് അവന് പെട്ടെന്ന് കുടുംബത്തിന്റെ അകത്ത് നിന്ന് പുറത്തേക്ക് ചാടാന് ഒരു മടി. അവന് ആ സ്നേഹം അറിഞ്ഞും അവന് ആ വികാരം എന്തെന്നൊക്കെ അറിഞ്ഞിട്ടുള്ളവനാ. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, നീ ഒറ്റ മകളായിട്ട് വളർന്നത് കൊണ്ടാ നിനക്ക് ഈ കുടുംബത്തിനോട് ചേരുമ്പോൾ അവര് ഒന്നിച്ച് ജീവിക്കുമ്പോഴുണ്ടാകുന്ന ആ ഒരു ബന്ധവും ആ ഒരു സന്തോഷവും മനസ്സിലാക്കാത്തതെന്ന് പറഞ്ഞപ്പം പിന്നെ അങ്ങനെയൊന്നുമില്ല ചേച്ചി. അങ്ങനെ പിന്നെ ഞാനെന്താ എൻ്റെ കുടുംബത്തെ സ്നേഹിക്കുന്നില്ലെന്നാണോ ചേച്ചി പറയുന്നത്? ഇപ്പോഴും നിനക്ക് മനസ്സിലായിട്ടില്ലല്ലേ കാര്യങ്ങള്. കാര്യങ്ങളൊക്കെ നീ ഒന്ന് തന്നെ ഇരുന്ന് ചിന്തിച്ചു നോക്ക്. നീ ഒന്ന് ഓർത്തു നോക്കിയേ. ആരും ഇല്ലാത്ത സമയത്ത് നിന്റെ മുഖത്തേക്ക് ആസിഡ് ഒഴിക്കാൻ വന്നിരുന്നു എങ്കിൽ, അങ്ങനെ സംഭവിച്ചിരുന്നു എങ്കിൽ ഇപ്പൊ എന്തായിരുന്നെ അവസ്ഥ? നിന്റെ കൂടെ നിന്റെ കുടുംബവും അതുപോലെ ശ്രീകാന്തിന്റെ കുടുംബവും ഒക്കെ ഉണ്ടെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ ആരും ഇതൊന്നും ചെയ്യാൻ മുതിരില്ല. അത് ഉറപ്പായ കാര്യം തന്നെയാ. പിന്നെ ഞാൻ പറയാനുള്ളതൊക്കെ പറഞ്ഞിട്ടുണ്ട്, ശ്രീകാന്തിനോടും പറഞ്ഞിട്ടുണ്ട്, വർഷയോടും പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഈ ഒരു കോഫി അങ്ങ് കുടിച്ച് രണ്ടുപേരും ഈ കോഫി കുടിച്ചിട്ട് പിന്നെ ഈ വഴക്കൊക്കെ സർവ്വസാധാരണമാണ്, കുടുംബങ്ങളിലുള്ളതാണ് വഴക്കൊക്കെ. ആ വഴക്കൊക്കെ മാറ്റി വെച്ചിട്ട് രണ്ടുപേരും കൂടി ചേർന്ന് ഒന്ന് ആലോചിക്കുക. ഈ വിവാഹം കഴിച്ച് എടുത്തു ചാടി തന്നെയാ. എന്നിട്ട് ഈ ഒരാഴ്ച മുമ്പ് ഡിവോഴ്സ് ചെയ്യുന്നവരെ കുറിച്ചൊക്കെ കേട്ടിട്ടുണ്ട് ഞാൻ. അതുപോലെ ആകരുത് നിങ്ങളുടെ ജീവിതം. നിങ്ങൾ ജീവിക്കാൻ വേണ്ടിയല്ലേ, നിങ്ങൾ ഒരുമിച്ച് ജീവിക്കാൻ ആഗ്രഹിച്ചവരല്ലേ. പിന്നെ എന്തിനാ ഇങ്ങനെ പ്രശ്നം ഉണ്ടാക്കണത്? വർഷ
വർഷ ശ്രീകാന്തിനെയും ശ്രീകാന്ത് വർഷയെയും അറിഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും അഡ്ജസ്റ്റ് ചെയ്ത് വേണം ജീവിക്കാൻ. ഒരു തരത്തിലൊരു അഡ്ജസ്റ്റ്മെന്റ് തന്നെയാണ് ഇതൊക്കെ. ആ അഡ്ജസ്റ്റ്മെന്റ് നമ്മൾ അതിൻ്റെതായ രീതിയിൽ എടുക്കുകയാണെങ്കിൽ, എൻജോയ് ചെയ്യുകയാണെങ്കിൽ അത് നല്ലതാ വർഷ. അത് ബുദ്ധിമുട്ടാകുന്നത് എപ്പോഴാണെന്ന് അറിയാമോ? അതാണ് പറയുന്നത്, ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ. അങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകാതിരിക്കാനുള്ള വഴി എന്താണെന്നാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. അപ്പൊ ഞാൻ രണ്ടുപേരോടും പറഞ്ഞിട്ടുണ്ടല്ലോ, ഇനിയെല്ലാം നിങ്ങളുടെ ഇഷ്ടം. നിങ്ങൾക്ക് വരുവോ പോവുകയോ, നിങ്ങൾക്ക് ജീവിക്കുകയോ, നിങ്ങൾക്ക് പിരിയുകയോ, നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും ചെയ്യാം. അതിന് ആരും തടസ്സം നിൽക്കില്ല. ഏതായാലും ഞാൻ പോവുക. പിന്നെ വർഷയുടെ അച്ഛന്റെ അമ്മയുടെ കാര്യം ഓർത്ത് വർഷ വിഷമിക്കേണ്ട. വർഷയുടെ അച്ഛന്റെ അമ്മേനെ ഞാൻ പോയി കാണുന്നുണ്ട്. പോയി കണ്ട് ഈ വിവരങ്ങളൊക്കെ പറയുന്നുണ്ട്. അവര് കണ്ടുപിടിച്ച പയ്യന് വളരെ നല്ല പയ്യനായിരുന്നു എന്നൊക്കെ അല്ലേ അവര് വിചാരിച്ചിരിക്കുന്നത്. അപ്പൊ ആ പയ്യനെ കുറിച്ച് ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കണം, നല്ലതല്ലേ? അതുകൊണ്ട് അതോർത്ത് പേടിക്കേണ്ട. വർഷയുടെ അച്ഛൻ്റെ അമ്മയുടെ പിടക്കമൊക്കെ മാറിക്കോളും. ഇതൊക്കെ സർവ്വസാധാരണമായിട്ട് ഉണ്ടാകണതാണല്ലോ കുടുംബത്തില്. അതുകൊണ്ട് വിഷമിക്കാതിരിക്കുക. രണ്ടുപേരും സന്തോഷമായിട്ടിരിക്കുക. വഴക്കൊന്നും ഉണ്ടാക്കരുത് കേട്ടോ. ഇനി വഴക്കുണ്ടാക്കാൻ പാടില്ല. പിന്നെ വേറൊരു കാര്യം കൂടി എനിക്ക് പറയാനുണ്ട് വർഷയോട്. വർഷ ഒരൊറ്റ മോളായതുകൊണ്ട് തന്നെ കുറച്ച് കാര്യങ്ങളൊക്കെ വർഷയ്ക്ക് കുറച്ച് കുറവൊക്കെ ഉണ്ട്. അത് അറിയാൻ മേലാഞ്ഞിട്ടാണ് വർഷയ്ക്ക്. ആ അറിയാൻ മേലായ്മ നമ്മൾ മാറ്റിയെടുത്ത് കുടുംബത്തിൽ എങ്ങനെയാണ് ജീവിക്കേണ്ടത്, കിച്ചണിൽ എന്തൊക്കെയാണ് ചെയ്യേണ്ടത്, കിച്ചണിൽ ഒരു കോഫിയൊക്കെ ഇട്ട് നമ്മുടെ ശ്രീകാന്തിനൊക്കെ കൊടുക്കണം. അങ്ങനെയൊക്കെ കൊടുത്ത് ശീലമാകുമ്പോഴത്തേക്കും നിങ്ങളുടെ കയ്യിലുള്ള ഈ പ്രശ്നമൊക്കെ അങ്ങ് മാറും കേട്ടോ. പക്ഷോട് ഞാൻ പറഞ്ഞല്ലോ, ഏതായാലും ഞാൻ ഇനി പോവുകയാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ വരാം, നിങ്ങൾക്ക് വേണമെങ്കിൽ ഇവിടെ നിൽക്കാം, അതൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ് എന്ന് പറഞ്ഞ് നമ്മുടെ രേവതി ഇറങ്ങി കേട്ടോ. ഏതായാലും രേവതി അവിടെ നിന്ന് ഇറങ്ങി കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ വർഷയ്ക്ക് എന്താ തീരുമാനം എടുക്കേണ്ടതെന്ന് അറിയില്ലാത്തൊരവസ്ഥ. നിൽക്കണോ അതോ പോണോ, ഇനിയിപ്പൊ എന്ത് ചെയ്യണം എന്നൊന്നും അറിയാൻ പറ്റത്തില്ലാത്തൊരവസ്ഥ. അങ്ങനെ നമ്മുടെ ശ്രീകാന്ത് വർഷനെ പരമാവധി സമാധാനിപ്പിക്കാനൊക്കെ ശ്രമിക്കുന്നുണ്ട്. നമ്മുടെ ശ്രീകാന്തിനെ വെച്ച് നോക്കുമ്പോൾ ശ്രീകാന്ത് എല്ലാ കാര്യത്തിലും പെർഫെക്റ്റ് തന്നെയാണ്. ഈ വർഷയാണ് ഒന്ന് ശകലം സ്വഭാവമൊക്കെ മാറ്റേണ്ടത്. വർഷയ്ക്ക് ഒറ്റ മോള് ആയി വളർന്നതിന്റെ കുറച്ച് ദോഷങ്ങളൊക്കെ ഉണ്ട്. അത് നമുക്ക് കാണുന്നവർക്ക് അറിയാലോ അല്ലെ. അപ്പൊ അതൊക്കെ അവിടെ നിൽക്കട്ടെ. ഏതായാലും ഇത് കഴിഞ്ഞ് കാണിക്കുന്നത് നമ്മുടെ രേവതി നേരെ ചെല്ലുകയാണ് എങ്ങോട്ടേക്ക്? വർഷയുടെ വീട്ടിലേക്ക്. അങ്ങനെ വർഷയുടെ വീട്ടിലേക്ക് കയറി ചെല്ലുന്നു. കോളിംഗ് ബെൽ അടിക്കുന്നു. വാതിൽ തുറക്കുന്നതും നമ്മുടെ രേവതിനെ കണ്ടിട്ടോട്ടെ വർഷയുടെ അച്ഛനും അമ്മയും സഹിക്കോ? എന്തിനാടി നീ ഇങ്ങോട്ടേക്ക് വന്നത്? ആരോട് ചോദിച്ചിട്ടാ നിനക്ക് എങ്ങനെ ഈ ഗേറ്റ് കടന്ന് ഇങ്ങോട്ടേക്ക് വരാൻ തോന്നിയടി? എന്തിന് നീ ഇങ്ങോട്ടേക്ക് വന്നടി? ഇറങ്ങി പോടി. എന്റെ കൊച്ചിനെ വളച്ചോണ്ട് പോയി ആ പയ്യന് കല്യാണം കഴിച്ചു കൊടുത്ത് സാക്ഷിയായിട്ട് ഒപ്പം വെച്ചിട്ട് എന്ത് ധൈര്യം ആടിയെന്ന് ചോദിച്ചുകൊണ്ട് നമ്മുടെ വർഷയുടെ അച്ഛനും അമ്മയും അങ്ങോട്ടോ കൂട്ടുവാളെടുക്കാൻ തുടങ്ങിയില്ലേ. അപ്പോഴത്തേക്കാണ് നമ്മുടെ രേവതി പറയുന്നത്, നിങ്ങളൊന്നും മിണ്ടാതിരിക്കുക, ഞാൻ പറയുന്നത് നിങ്ങളൊന്ന് കേക്ക്, എനിക്ക് സംസാരിക്കാൻ ഒരു അവസരം താ. ഞാൻ വന്നത് നിങ്ങളെ ഇപ്പൊ കണ്ട് അവരുമായിട്ട് ഒന്നിച്ച് താമസിക്കണമെന്നോ അവര് നിങ്ങളെ അംഗീകരിക്കണമെന്നോ നിങ്ങളെ മരുമകനായിട്ട് ശ്രീകാന്തിനെ അംഗീകരിക്കണമെന്നൊന്നും പറയാനല്ല. പക്ഷെ ഇന്ന് നടന്ന സംഭവം അതെന്താണെന്ന് നിങ്ങൾ അറിയണം. നിങ്ങൾ പറയുന്നുണ്ടല്ലോ നിങ്ങളുടെ മകളെ വലിയൊരു വീട്ടിലേക്ക് വിവാഹം കഴിച്ചു വിടാനിരുന്നു എന്നും അവിടെ നിന്നാണ് ശ്രീകാന്ത് നിങ്ങളുടെ മകളെ തട്ടിക്കൊണ്ട് പോയത് എന്നും ശ്രീകാന്തിന്റെ കൂടെ ജീവിച്ചിട്ടുണ്ടെ അവളുടെ ജീവിതം അത് വെറും വേസ്റ്റ് ആണെന്നും ഒക്കെ. അങ്ങനെയൊന്നും അല്ല. ഇന്ന് നടന്ന സംഭവം നിങ്ങൾക്ക് അറിയണോ? നിങ്ങളുടെ മകൾക്ക് എന്താ ഇന്ന് സംഭവിച്ചതെന്ന് അറിയണോ എന്ന് ചോദിച്ചപ്പോ പെട്ടെന്ന് വർഷയുടെ അമ്മയ്ക്ക് പേടിയായിട്ടോ. പെട്ടെന്ന് ചങ്കിടിപ്പ് കൂടി. എന്താ പറ്റിയത്? എന്റെ മോക്ക് എന്താ പറ്റിയത്? പറ, എന്താ പറ്റിയതെന്ന് പറ പെങ്കൊച്ച എന്ന് പറഞ്ഞിട്ടോ. അതാ ഞാൻ പറഞ്ഞത്. അതെ, ഇന്ന് ഞാനില്ലായിരുന്നുവെങ്കിലേ നിങ്ങളുടെ മകളുടെ രൂപം തന്നെ മാറിപ്പോയേനെ. വെന്തുരുകിയ വികൃത രൂപവുമായ നിങ്ങളുടെ മകളെ നിങ്ങൾക്ക് കാണേണ്ടി വന്നേനെ. നിങ്ങളൊരു പയ്യനെ കണ്ടുപിടിച്ചല്ലോ മകൾക്ക് വിവാഹം കഴിച്ചു കൊടുക്കാൻ വേണ്ടി. ഏതോ വലിയ കൊമ്പത്തിലെ വലിയ കോടീശ്വരൻ. നിങ്ങൾ എന്താ വിചാരിച്ചത്? കോടീശ്വരന്റെ കൂടെ പറഞ്ഞു വിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മകള് സന്തോഷമായിട്ട് ജീവിക്കുമെന്നും അവർക്ക് സമാധാനം ഉണ്ടാകുമെന്നൊക്കെ ആണെങ്കിലേ അതൊക്കെ വെറും തോന്നല. അവനിന്ന് എന്ത് പരിപാടിയാണ് നിങ്ങളുടെ മകളോട് ചെയ്തതെന്നറിയാമോ? അവന് ആസിഡ് എടുത്തോണ്ട് വന്ന് നിങ്ങളുടെ മകളുടെ മുഖത്തേക്ക് ഒഴിക്കാൻ തോന്നി. നല്ല ബെസ്റ്റ് പയ്യനെയാ നിങ്ങൾ കണ്ടുപിടിച്ചത്. അതിനേക്കാളും എത്രയൊക്കെയോ മടങ്ങ് ഉയരത്തിലാ ഞങ്ങളുടെ ശ്രീകാന്ത്. അപ്പോഴത്തേക്ക് പെട്ടെന്ന് നമ്മുടെ വർഷയുടെ അമ്മ ചോദിച്ചു, അയ്യോ എന്റെ മകൾക്ക് എന്താ പറ്റിയത്? അമ്മയുടെ വിഷമം എനിക്ക് മനസ്സിലാവുന്നുണ്ട്, ഞാൻ പറയാം. ഇന്ന് വർഷ തനിച്ച് ഉള്ളപ്പോഴാണ് ആ പയ്യൻ അങ്ങനെ ചെയ്യാൻ ശ്രമിച്ചത്. ആസിഡ് ഒഴിച്ച് വർഷയുടെ മുഖം പൊള്ളിക്കാൻ നോക്കി. എന്തോ വൈരാഗ്യമാണെന്നൊക്കെയാ പറയുന്നത്. അതുകൊണ്ടാ ഞാൻ പറഞ്ഞത്, എന്തിനാ വാശി വൈരാഗ്യവും ഒക്കെ വെച്ചുകൊണ്ടിരിക്കുന്നത്? ഇപ്പൊ കല്യാണം കഴിച്ച ശ്രീകാന്ത് ഈ പറയുന്ന റോഷൻ എന്ന് പറയുന്ന ആ പയ്യനേക്കാളും ഒക്കെ എത്ര പടി മുകളിലാണെന്ന് ഇനി ഞാൻ പറഞ്ഞു തരേണ്ടതില്ലല്ലോ. നിങ്ങൾ വിചാരിക്കുന്ന പോലെയല്ല. ശ്രീകാന്തിനെ പോലെ ഒരു പയ്യനെ കിട്ടണമെങ്കിൽ കുറച്ച് ബുദ്ധിമുട്ട് തന്നെയാ. അവന് നല്ലൊരു പയ്യനാ. എന്റെ കുടുംബത്തിലെ പയ്യനായതുകൊണ്ടല്ല ഞാൻ പറയുന്നത്. ഇത്രയും നല്ല സ്വഭാവ ഗുണമുള്ളൊരു പയ്യനെ സത്യത്തിൽ ഞാൻ കണ്ടിട്ടില്ല. നിങ്ങൾക്ക് പണവും
പ്രശസ്തിയും അതുപോലെ തന്നെ അങ്ങനെയുള്ള സംഭവങ്ങൾക്കൊക്കെ ആയിരിക്കും നിങ്ങൾ വില കൽപ്പിക്കുന്നത്. പക്ഷെ അതിനേക്കാളും ഒക്കെ വലുതാ മനുഷ്യന്റെ ഹൃദയവും മനുഷ്യത്വവും സ്നേഹവും കുടുംബവും. അതിനൊക്കെ വില കൽപ്പിക്കുന്ന ഒന്ന് നിങ്ങൾ ശ്രമിച്ചു നോക്കിക്കേ. നിങ്ങളുടെ മകളെ നിങ്ങൾ തന്നെ ഇങ്ങനെയാക്കി തീർത്തത്. നിങ്ങളുടെ മകളെ ചെറുപ്പത്തിലെ നിങ്ങൾ സ്നേഹവും അതുപോലെ മനുഷ്യത്വവും കുടുംബത്തിന്റെ വിലയൊക്കെ പറഞ്ഞ് മനസ്സിലാക്കിയിരുന്നെങ്കിലേ ഒരുപക്ഷെ നിങ്ങളുടെ മകൾ ഇങ്ങനെ ആവില്ലായിരുന്നു. നിങ്ങൾക്ക് അവിടെ തെറ്റിപ്പോയി. പിന്നെ എല്ലാത്തിനും മക്കളെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. കുറച്ച് കുറ്റം നമ്മുടെ സൈഡിലൊക്കെ കാണുന്നു പറഞ്ഞപ്പോഴത്തേക്ക് നീ ഇവിടെ നിന്ന് കൂടുതൽ ഉപദേശിക്കുകയൊന്നും വേണ്ട. നീ അല്ലേടി അവര് കല്യാണം കഴിച്ചു കൊടുത്തത്, അവർക്ക് ഒപ്പിട്ട് കൊടുത്തത്, സാക്ഷിയായിട്ട് ഒപ്പിട്ടത്. എന്നിട്ട് വന്ന് പറയണു അതെ ഇവിടെ നിന്ന് കൂടുതൽ സംസാരിക്കേണ്ടെന്ന് പറഞ്ഞപ്പോഴത്തേക്കും ഞാൻ സംസാരിച്ച് നിങ്ങളുടെ വഴക്ക് തീർക്കാനൊന്നും അല്ല എന്റെ പൊന്നു സാറേ വന്നത്. നിങ്ങളുടെ മകളുടെ ജീവിതം ഉണ്ടല്ലോ ഇപ്പൊ സേഫ് ആയിട്ടുള്ള കരങ്ങളിൽ തന്നെയാണ് ചെന്നെത്തിയിരിക്കുന്നത്. അത് മാത്രം പറയാൻ വേണ്ടിയാ വന്നത്. പിന്നെ നിങ്ങൾ വലിയ രീതിയിൽ ഇപ്പൊ വിവാഹം കഴിച്ച് വിട്ടിരുന്നുവെങ്കിൽ സ്നേഹമുള്ള ആരെങ്കിലും ചെയ്യുന്ന കാര്യമാണോ അവൻ ചെയ്തത്? അവന്റെ പണവും അവന്റെ പ്രതാവും ഒക്കെ വെച്ചുകൊണ്ട് അവൻ കളിച്ചുകൊണ്ടിരിക്കുന്നതേ ഇപ്പൊ നിങ്ങളുടെ മകളുടെ ജീവിതം വെച്ചാ. നിങ്ങളുടെ മകളുടെ ജീവിതം കളയാനാ. അത് നിങ്ങൾ മനസ്സിലാക്കിയാൽ കൊള്ളാം. അല്ലാതെ വർഷമായിട്ട് ഇങ്ങോട്ട് വിളിച്ചു കയറ്റാനോ ശ്രീകാന്തിനെ മരുമകനായിട്ട് അംഗീകരിക്കാനോ ഒന്നുമല്ല ഞാൻ വന്നത്. ഇതൊന്ന് പറഞ്ഞ് മനസ്സിലാക്കി തരണമെന്ന് തോന്നി. നിങ്ങൾ എപ്പോഴും പറയുന്നുണ്ടല്ലോ എന്റെ ഭർത്താവിനെ കുറിച്ചും എന്റെ ഭർത്താവിന്റെ അച്ഛനെ കുറിച്ചും ഒക്കെ. അവരൊക്കെ എത്ര നല്ലവരാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടില്ല. അങ്ങനെ മനസ്സിലാവുന്ന ഒരു ദിവസം നിങ്ങൾക്ക് വരും, അത് തീർച്ചയാ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ രേവതി അങ്ങ് പോയിട്ടോ. ഇനി നിങ്ങൾ എന്തേ ചെയ്യേ, എന്ത് വേണമെങ്കിലും ചെയ്യേ എന്ന് പറഞ്ഞിട്ടാണ് നമ്മുടെ രേവതി അങ്ങ് പോയത്. പക്ഷേടെ അമ്മയ്ക്ക് സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചങ്കിടുപ്പായി പോയിട്ടോ. എന്തൊക്കെയെന്ന് പറഞ്ഞാലും സ്വന്തം മകളാണല്ലോ. അച്ഛനേക്കാളും കുറച്ചും കൂടെ എന്താ പറയുക, ഒരു മകളോടുള്ള ആ ഒരു സ്നേഹത്തിന്റെ ഒക്കെ ഇത് തോന്നുന്നത് അമ്മമാർക്കാണ്. അച്ഛന്മാര് കുറച്ചൊക്കെ പിടിച്ചു നിൽക്കും, പക്ഷെ അമ്മമാര് തകർന്നു പോകും. അങ്ങനെ നമ്മുടെ വർഷയുടെ അമ്മ പറഞ്ഞു എനിക്ക് എന്റെ മോളെ ഇപ്പൊ കാണണം, എനിക്കിപ്പൊ എന്റെ മോളെ കാണണം, അവൾക്ക് എന്താ സംഭവിച്ചത്? പാവം അവള് പേടിച്ചു പോയി കാണില്ലേ? ഇനിയിപ്പൊ മുഖത്ത് എന്തെങ്കിലും ആസിഡ് വല്ലതും വീണ് കാണുവോ? മുഖത്തോ കൈകളിലോ വല്ലതും പറ്റി കാണുവോ? ആസിഡ് അവനെ ഒന്ന് ഞാൻ പോയി കാണട്ടെ. എന്റെ കയ്യിൽ നിന്ന് 5 ലക്ഷം രൂപ നഷ്ടപരിഹാരം മേടിച്ചിട്ട് അവനെന്റെ കുഞ്ഞിനെ കൊല്ലാൻ നടക്കല്ലേ? പിന്നെ ആസിഡ് ഒഴിച്ചാലും എന്തൊഴിച്ചാലും ഇവിടെ ആര് ചത്താലും ഇവിടെ നിന്ന് അവളുടെ അടുത്തേക്ക് ഞാൻ പോവില്ല. അവളെ അത്രമാത്രം എന്നെ നോവിച്ചിട്ടാ ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയത്. എല്ലാവരുടെയും മുമ്പിൽ വെച്ച് എന്നെ ഇൻസൾട്ട് ചെയ്തിട്ടാ അവൾ ഇറങ്ങിപ്പോയത്. വേറെ ഒരു പയ്യനെയും കിട്ടിയില്ലല്ലോ. ആ രവീന്ദ്രന്റെ പയ്യനെയല്ലേ അവള് വിവാഹം കഴിച്ചേക്കുന്നത്. ബെസ്റ്റ് കുടുംബത്തിലേക്കല്ലേ അവള് കയറി ചെല്ലാൻ പോകുന്നത്. അതിൽ പരം വേറെ ഒന്നും ഇല്ലല്ലോ. അനുഭവിക്കട്ടെ. ഏതായാലും അയാളെ ഞാനൊന്ന് കാണാൻ പോകുന്നുണ്ട്. അയാളെ എനിക്കത് കാണണം. റോഷന്റെ അച്ഛനെ 2 കൊടുക്കണം എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ വർഷയുടെ അച്ഛൻ അവിടെ നിന്ന് ഇറങ്ങി പോവാണ് കേട്ടോ. എന്നാലും വർഷയുടെ അച്ഛന് മകളുടെ ദേഹത്ത് ആസിഡ് ഒഴിച്ചില്ല ആ ഒരു ദേഷ്യമൊക്കെ ഉണ്ട്. പക്ഷെ മകളോടുള്ള ഒരു സ്നേഹം പ്രകടിപ്പിക്കാൻ പറ്റുന്നില്ല. വാശി വൈരാഗ്യവും നമ്മുടെ രവീന്ദ്രനോടുള്ള ആ ഒരു ഇതൊക്കെ ഓർക്കുമ്പോഴാണ് സത്യം പറഞ്ഞ വർഷയുടെ അച്ഛന് നമ്മുടെ വർഷനെ അംഗീകരിക്കാൻ പറ്റാത്തത്. പക്ഷെ വർഷയുടെ അമ്മയ്ക്ക് അങ്ങനെയല്ലല്ലോ. വർഷയുടെ അമ്മയ്ക്ക് അംഗീകരിച്ചല്ലേ പറ്റൂ. എന്നാലും ഈ ഒരു സീനൊക്കെ കഴിഞ്ഞിട്ട് നമ്മുടെ രേവതി നേരെ സച്ചിയുടെ അടുത്തേക്ക് ചെല്ലുകയാണ്. അപ്പൊ കാര്യങ്ങളൊക്കെ പറയണമല്ലോ. കാര്യങ്ങൾ പറഞ്ഞ് അവതരിപ്പിച്ച് നമ്മുടെ സച്ചിനെ കൊണ്ട് സമ്മതിപ്പിക്കാം എന്ന വാക്ക് നമ്മുടെ ശ്രീകാന്തിനും വർഷയ്ക്കും കൊടുത്തിട്ടാണ് നമ്മുടെ രേവതി അവിടുന്ന് പോകുന്നത് കേട്ടോ. അങ്ങനെ നേരെ ചെല്ലുകയാണ് നമ്മുടെ സച്ചിയുടെ അടുത്തേക്ക്. സച്ചി ആണെങ്കിൽ ഓട്ടോ സ്റ്റാൻഡ് അല്ല, സോറി, ടാക്സി സ്റ്റാൻഡിലാണ് ഉള്ളത്. അപ്പൊ അവിടെ ചെന്നു. അപ്പൊ രേവതിനെ കണ്ടത് മഹേഷ് എന്ന് പറയുന്ന കൂട്ടുകാരനൊക്കെ കൂടെ ഉണ്ടായിരുന്നു. അപ്പൊ മഹേഷ് പറഞ്ഞു ഇതേടാ നിന്റെ വൈഫ് വരുന്നെന്ന് പറഞ്ഞു. അപ്പൊ ഓടി നമ്മുടെ സച്ചി എന്താ ഇപ്പൊ ഇങ്ങോട്ടേക്ക് വന്നത്? എന്തെങ്കിലും പ്രശ്നമുണ്ടോ? അച്ഛൻ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? പെട്ടെന്ന് അതാണല്ലോ നമ്മുടെ സച്ചിയുടെ മനസ്സിലുള്ളത്. അപ്പൊ രേവതി പറഞ്ഞു ഹേയ് പ്രശ്നമൊന്നുമില്ല, അച്ഛനൊരു പ്രശ്നമില്ല. പിന്നെന്താ നീ ഇപ്പൊ ഇങ്ങോട്ടേക്ക് വന്നത്? അത് പിന്നെ ഞാനിന്ന് അതെ ഒരു സംഭവം നടന്നു, അത് പറയാനാ ഞാൻ ഇങ്ങോട്ടേക്ക് വന്നതെന്ന് പറഞ്ഞു. സംഭവം? എന്ത് സംഭവം? അപ്പോഴത്തേക്ക് തന്നെ സോഷ്യൽ മീഡിയയിൽ അത് പകർന്നു കേട്ടോ. അത് സോഷ്യൽ മീഡിയ മൊത്തം വ്യാപിച്ചിരുന്നു. അപ്പൊ തന്നെ പെട്ടെന്ന് കുറെ മീഡിയാസ് ഒക്കെ വരികയാണ് നമ്മുടെ രേവതിയുടെ അടുത്തേക്ക് ഓടി വന്നിട്ട് മേഡത്തിന് എങ്ങനെയാണ് ഇത്രയും ഒരു ശക്തി കിട്ടിയത്? മേഡം എങ്ങനെയാണ് ആ പെൺകുട്ടിയെ രക്ഷിച്ചത്? പറയൂ മേഡം എന്നൊക്കെ പറയുകയാണ്. ആകെ ഒന്നും മനസ്സിലാവുന്നില്ല രേവതിക്ക്. അപ്പൊ മീഡിയാസ് പറഞ്ഞു അല്ല ഇന്ന് ആ ഒരു ആശ്രയാക്രമണം നടന്നെടുത്ത് അന്ന് ആ പെൺകുട്ടീനെ രക്ഷിച്ച ആ ചേച്ചിയല്ലേ ഇതെന്ന് ചോദിച്ചപ്പോഴത്തേക്കും അതെ അതിപ്പോ സോഷ്യൽ മീഡിയയിൽ വൈറൽ ആയിക്കൊണ്ടിരിക്കുക. ഇത്രയും കരുത്തുള്ളൊരു പെൺകുട്ടീനെ ഈ നമ്മുടെ ഈ കേരളത്തിൽ, ഈ കൊച്ചു കേരളത്തിലെ കാണാൻ ചാൻസ് കുറവാണ്. അത്രയ്ക്കും നല്ല കാര്യമല്ലേ ചേച്ചി ചെയ്തിരിക്കുന്നത്? അതെ അതിനെക്കുറിച്ച് പറ, ഞങ്ങൾക്ക് അറിയണം. ഏതായാലും ഞങ്ങളുടെ മീഡിയാസിൽ നിന്ന് വരുന്നതെന്നൊക്കെ പറയാണ്. അപ്പോഴത്തേക്ക് നമ്മുടെ രേവതിക്ക് കുറച്ച് എന്താ പറയാ ഒരു ഊർജ്ജമൊക്കെ വന്നിട്ട് പറയാൻ തുടങ്ങി കേട്ടോ. അത് പിന്നെ സംഭവം ഇങ്ങനെയൊക്കെയാണ്. ഒരു പെൺകുട്ടിയല്ല, അതിന്റെ അനിയന്റെ ഭാര്യയാണ്
ഞങ്ങൾ സംസാരിച്ചുകൊണ്ട് നിന്നു. ഞാനങ്ങ് മാറിപ്പോയപ്പോഴാണ് ഈ സംഭവമൊക്കെ നടന്നത്. ആശ്രയത്ത് ഒഴിക്കാൻ വന്നപ്പോൾ വേറെ ഒന്നും എനിക്കപ്പോൾ ചെയ്യാൻ തോന്നിയില്ല. അവിടെ കിടന്ന് ഇഷ്ടിക എടുത്ത് ഒറ്റ എറിയാൻ തോന്നി എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് അന്തം വിട്ട് കുന്തം പോലെ നമ്മുടെ സച്ചി ഇങ്ങനെ നോക്കാണ് കേട്ടോ രേവതിനെ ഇങ്ങനെ നോക്കി സച്ചിക്കൊന്നും മനസ്സിലാവുന്നില്ലേ. നമ്മുടെ രേവതി അങ്ങനെയൊക്കെ ചെയ്തോ? അപ്പം അവിടെ നിന്ന് പറഞ്ഞപ്പോ കാര്യങ്ങളെല്ലാം നമ്മുടെ സച്ചിക്ക് മനസ്സിലായി. വർഷനെ തന്നെയാണ് ഉദ്ദേശിച്ചത്, വർഷനക്കിന്റെ മുഖത്ത് തന്നെയാണ് ആസിഡ് ഒഴിച്ചതെന്ന് നമ്മുടെ സച്ചിക്ക് മനസ്സിലായി. അങ്ങനെ നമ്മുടെ രേവതി ഇങ്ങനെ ഇന്റർവ്യൂ കൊടുത്തോണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് അവർ ചോദിക്കുന്നത് ഇതിനൊക്കെ ഉള്ളൊരു ഇത് എവിടെ നിന്നാണ് കിട്ടിയത്. അല്ല, ആരെങ്കിലും ഒരാളുടെ ആ ഒരു ഇത് വേണമല്ലോ, നമുക്ക് ഇങ്ങനെ ഒരു ശക്തിയൊക്കെ വേണമെങ്കിൽ നമ്മുടെ കുടുംബത്തിലെ അച്ഛനോ അമ്മ അങ്ങനെ ആരുടെങ്കിലും ഒക്കെ ഇത് വേണമല്ലോ. അപ്പോഴാണ് പറയുന്നത് ആ നിൽക്കുന്ന എന്റെ ഭർത്താവാണ് എനിക്ക് ഇത്രയും കാര്യങ്ങളൊക്കെ ചെയ്യാനുള്ള ആ ഒരു പ്രചോദനം എന്നിങ്ങനെ പറഞ്ഞു. ഓടി വീഡിയോസ് എല്ലാം കൂടെ സച്ചിയുടെ അടുത്തേക്ക് ചെല്ലുക. സച്ചിക്ക് എന്നാ പറയണമെന്ന് അറിയത്തില്ല. സച്ചി കണ്ണുവീഴ്ച ഇങ്ങനെ നിൽപ്പുണ്ട് കേട്ടോ. ഏതായാലും സച്ചി മാസ് പ്രകടനം തന്നെയാണ് കാഴ്ചവെക്കുന്നത്. കിട്ടിയ അവസരം പാഴാക്കുന്നില്ല. ക്യാമറയുടെ മുമ്പിൽ കയറി നിന്ന് തല ഉയർത്തിപ്പിടിച്ച് നമ്മുടെ രേവതിനെ കുറിച്ച് അങ്ങോട്ട് പുകഴ്ത്തി വിടുകയാണ്. രേവതി എന്റെ ഭാഗ്യമാണ്, അവളെ കുറിച്ച് എനിക്കറിയാം, അവൾ ഇതല്ല ഇതിലും വലിയ കാര്യങ്ങളൊക്കെ ചെയ്യും. അവളെ സത്യം പറഞ്ഞ ഞാനാണ് അവളെ കണ്ട് പഠിക്കേണ്ടത്, അവൾ നല്ലൊരു പെൺകുട്ടിയാണ് എന്നൊക്കെ പറഞ്ഞ് അങ്ങോട്ട് തുടങ്ങാണ് കേട്ടോ. ഏതായാലും രേവതിക്കും ഇത് കേൾക്കുമ്പോൾ വല്ലാത്തൊരു സന്തോഷമൊക്കെ തോന്നുകയാണ്. പക്ഷെ ഒട്ടും സന്തോഷം തോന്നാത്ത ഒരാളുണ്ട്. ഇതിപ്പോ സോഷ്യൽ മീഡിയയിൽ വൈറലായിക്കൊണ്ടിരിക്കുക. ഫോണൊക്കെ കുത്തിക്കൊണ്ടിരിക്കുന്നതിന്റെ ഇടയ്ക്ക് ഇത് നമ്മുടെ ശ്രുതിയുടെ കയ്യിലും ചന്ദ്രയുടെ കയ്യിലും ഒക്കെ എത്തുമല്ലോ. ഏതായാലും അത് കാണുമ്പോഴാണ് ചന്ദ്രയ്ക്ക് ചങ്കിടുപ്പ് കൂടുന്നത്. ഏതായാലും കാത്തിരുന്ന് തന്നെ കാണാം എന്താ സംഭവിക്കാൻ പോകുന്നത്. അപ്പൊ എല്ലാവരും കാത്തിരിക്കുക. എല്ലാവർക്കും വീണ്ടും നല്ലൊരു ദിവസം ആശംസിക്കുകയാണ്. കറക്റ്റ് 7:30 ആകുമ്പോൾ നമ്മൾ നയനയുടെയും ആദർശിന്റെയും ഇന്നത്തെ ഫുൾ വിശേഷവുമായിട്ട് വരും കേട്ടോ. അതുവരെ എല്ലാവർക്കും ടാറ്റാ ബൈ ബൈ.